ഇന്ന് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ നിരവധിയായ തലങ്ങളിലേക്ക് ഇതുപോലെയുള്ള ഒരു സ്ലോ പോയിസണിങ് ഗൂഢമായ രീതിയിൽ മാത്രമല്ല പരസ്യമായ രീതിയിലും കടന്ന് കയറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നതിന്റെ അനേക ദുരന്ത സംഭവങ്ങൾ നമ്മൾ നിരന്തരം എന്നോണം കാണുന്നുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിലേക്ക്, സഭയിലേക്ക് അരിച്ചരിച്ചിറങ്ങി നമ്മളെ വലിയ ദുരത്തിലേക്ക് എത്തിക്കുന്നതായ പൈശാചിക ആക്രമണത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായൊരു ആത്മീയ പോരാട്ടത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങണം. അതിനുള്ള ശക്തമായ അവസരമായിട്ട് ഈ 8 നോയമ്പിനെയും പരിശുദ്ധ അമ്മയുടെ പെരുവത്തിലെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാള്. അതിനു മുമ്പാണ് 8 ദിവസങ്ങൾ അമ്മയുടെ പെരുവത്തിലെന്ന് ഒരുക്കമായിട്ടുള്ള 8 നോയമ്പിൻ്റെ ആചരണം. വളരെ സംഘർഷഭരിതമായ അപകടം നിറഞ്ഞ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ട ദൈവജനം അവരുടേതായ രീതിയിൽ കണ്ടെത്തി പ്രാധാന്യം കൊടുത്ത് അനുവർത്തിച്ച് ഫലം അനുഭവിച്ച് അതിൻ്റെ ഫലമായിട്ട് സഭയുടെ പാരമ്പര്യത്തിൽ വേര് പിടിച്ച് വളർന്നു വന്ന വളരെ ഹൃദ്യമായ ഒരു തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാൾ. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1789 ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം മലബാർ ഭാഗങ്ങളെ മുഴുവൻ കീഴ്പ്പെടുത്തിക്കൊണ്ട് തെക്കോട്ട് തിരുവിതാംകൂർ ഭാഗത്തേക്ക് വരുന്നതായ സാഹചര്യത്തിൽ ആ മുസ്ലിമുകളായി അദ്ദേഹം കണ്ടെത്തിയ സകലരെയും ഒന്നുകിൽ വാളിനിരയാക്കി ക്രൂരമായ രീതിയിൽ വധിച്ചു. 5000-ഓളം പേരെ മരത്തിൽ കെട്ടിത്തൂക്കി കൊന്നതായിട്ട് ചരിത്രരേഖകളുണ്ട്. കുഞ്ഞുങ്ങളെ കഴുത്തിൽ കയറ് കെട്ടി അമ്മമാരുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് അമ്മമാരെ കഴുത്തിൽ കയറ് കെട്ടി മരത്തിൽ കെട്ടിത്തൂക്കി കൊല്ലുന്ന സംഭവങ്ങൾ. മുസ്ലിമായി മാറാനായിട്ട് തയ്യാറാകാത്ത സകല പുരുഷന്മാരെയും വാളിനിരയാക്കി അവരുടെ ശിരസ്സുകൾ കുന്തത്തിൽ കുത്തി നിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു പാതയിലൂടെയാണ് ഈ വലിയ സൈന്യവുമായിട്ട് ടിപ്പു സുൽത്താൻ മുന്നേറിയത് ചരിത്രം പറയുന്നുണ്ട്. ഏതാണ്ട് 20,000-ഓളം കാലാൾ പടയാളികളും 5,000-ഓളം കുതിരപ്പടയാളികളും 20 പീരങ്കികളുമായിട്ടായിരുന്നു അതിന്റെ മുന്നേറ്റം. ഈ ഭീകരമായ നരനായാട്ട് ഭയന്ന് അനേക ക്രൈസ്തവരും ഹൈന്ദവ സഹോദരങ്ങളും അവിടെ നിന്ന് തെക്കോട്ട് പലായനം ചെയ്ത് തിരുവിതാംകൂറിൽ അഭയം തേടി തിരുവിതാംകൂർ രാജ അവരെ സ്വീകരിക്കുകയും ചെയ്തു. അതിൽ കോപാക്രാന്തനായിട്ട് തിരുവിതാംകൂറിനെ ആക്രമിക്കാനും ഈ അഭയം തേടിയ അവിടെയുള്ള ക്രൈസ്തവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ടിപ്പു സുൽത്താൻ തെക്കോട്ട് നീങ്ങുന്നു. തൃശ്ശൂരിലെത്തി തൃശ്ശൂർ പേരൂര് കീഴ്പ്പെടുത്തി, കൊടുങ്ങല്ലൂർ ഭാഗത്തെത്തി അതിനെ കീഴ്പ്പെടുത്തി. ആലുവയുടെ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആലുവപ്പുഴയ്ക്കിപ്പുറയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് സുറിയാനി ക്രൈസ്തവരായിരിക്കുന്നവർ, തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ആസന്നമായ അപകടത്തിന്റെ ഭീകര അവസ്ഥ ഓർത്ത് ഞെരുങ്ങി പരിശുദ്ധ അമ്മയുടെ പക്കൽ അഭയം തേടി തീവ്രമായ നോയമ്പിലേക്ക് അവർ കടന്നു. അങ്ങനെ നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിച്ചത് വലിയ മഴയുണ്ടായി പെരിയാറിൽ വെള്ളം പൊങ്ങിയിട്ട് ഈ ടിപ്പു സുൽത്താനും സൈന്യത്തിനും ആറ് കടക്കാൻ പറ്റാതെ വന്നു. കാത്തു നിന്ന് മടുത്ത് അദ്ദേഹം തിരിച്ചുപോയി എന്നാണ്. 1789 ഈ സംഭവം. 10 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇപ്രകാരമുള്ള ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്നത്തെ ഞെടുക്കുന്ന സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ നമ്മുടെ സമൂഹത്തിലേക്ക്, സഭയിലേക്ക്, കുടുംബങ്ങളിലേക്ക് കടന്നു കയറി നമ്മളെ നശിപ്പിക്കുന്ന ഇതിന് ഭീകരമായൊരു അപകട അവസ്ഥ നിലവിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. സ്ലോ പോയിസണിങ് എന്നൊരാശയത്തെ പറ്റി കേട്ടിട്ടില്ലേ? അടുപ്പത്ത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒരു തവളയെ പിടിച്ചിട്ടാൽ ക്ഷണനേരം കൊണ്ട് ജീവരക്ഷാർത്ഥം അത് ചാടി പുറത്ത് കിടക്കും. എന്നൊരു തവളയെ വെള്ളത്തിലേക്ക് പിടിച്ചിട്ടിട്ട് ആ വെള്ളം സാവധാനം ചൂടാക്കിയാൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ആസന്നമായ ദുരന്തം തിരിച്ചറിയാൻ പറ്റാതെ തവള അടുപ്പിലെ ആ വെള്ളത്തിൽ തന്നെ തുടരും. ഒരു സ്റ്റേജിനപ്പുറം വെള്ളം ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ പേശികൾ മരവിക്കാൻ തുടങ്ങും, അതിൻ്റെ ബുദ്ധി മന്ദിക്കാൻ തുടങ്ങും, അതിന് പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. അങ്ങനെ തിളയ്ക്കുന്ന വെള്ളത്തിൽ അത് ചത്തുമറിക്കും. ഇതാണ് സ്ലോ പോയിസണിങ്ങിന്റെ പ്രവർത്തന ശൈലി. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മോശയ്ക്കൊപ്പം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ഫറവോയ്ക്കെതിരെ ശക്തമായി പൊരുതി 10 വലിയ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ പിളർത്തി ജെറിക്കോ കോട്ട തകർത്ത് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ജനത്തെ ആനയിക്കുവാൻ മോശയ്ക്കൊപ്പം ഏറ്റവും അടുത്ത സഹകാരിയായിട്ട് നിന്ന അഹ്റോൻ. മോശ 40 ദിവസം മലമുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് കയറി പോകുമ്പോൾ അഹ്റോൻ ജനത്തിന്റെ കൂടെയാണ് ആയിരിക്കുന്നത്. അഹ്റോൻ തന്നെ പിന്നീട് മോശയോട്
ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങേക്കറിയാമല്ലോ എന്ന് പറയുമ്പോൾ വെളിവാകുന്ന പോലെ തിന്മയിലേക്ക് ചായ്വുള്ള ജനത്തിൻ്റെ കൂടെ അഹ്റോനായിരിക്കുമ്പോൾ ആ ജനത്തിന്റെ തിന്മയുടെ ചായ്വ് കുറേശ്ശെ ഏറ്റേറ്റേറ്റ് കുറച്ചു കഴിയുമ്പോൾ തിന്മയെ തിരുത്താനോ തിന്മയെ പ്രതിരോധിക്കാനോ സാധിക്കാതെ അഹ്റോന് ജനത്തോടൊപ്പം ചിന്തിക്കാൻ ഇടവരുന്നു. ജനത്തിന്റെ സ്വർണ്ണ ആഭരണങ്ങൾ അഹ്റോൻ തന്നെ പറഞ്ഞ് ശേഖരിച്ചിട്ട് അഹ്റോനിന് നേതൃത്വം കൊടുത്ത് അത് ഉരുക്കിയെടുത്തിട്ട് കാളക്കുട്ടി ഉണ്ടാക്കുന്നു. അഹ്റോൻ ജനത്തിനൊപ്പം നിന്ന് അവിടെ നടുവിൽ നിന്നുകൊണ്ട് പുരോഗത സ്ഥാനത്ത് നിന്നുകൊണ്ട് കാളക്കുട്ടിയെ ചൂപിച്ചും മറ്റെല്ലാ രീതിയിലും ആരാധിക്കുന്നു. ജനം മുഴുവനും തിന്മയിൽ അഴിഞ്ഞാടുന്നു. ഈ ബഹളം കേട്ട് മോശ ഇറങ്ങി വരുന്നു. ജനത്തിന്റെ അഴിഞ്ഞാട്ടം കണ്ട് ഈ വിഗ്രഹാരാധനയുടെ രംഗം കണ്ട് അഹ്റോന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് മോശ തീഷ്ണത കൊണ്ട് ജ്വലിച്ച് ആ കൽപ്പലകൾ വലിച്ചെറിഞ്ഞ് ആ കാളക്കുട്ടിയെ എറിഞ്ഞ് ഉടച്ച് അതിനെ പൊടിച്ച് വെള്ളത്തിൽ കലക്കി ജനത്തെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. മോശയ്ക്ക് ഇത്ര തീഷ്ണത്തിന് പ്രതികരിക്കാൻ സാധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അഹ്റോൻ അങ്ങനെ പ്രതികരിക്കാൻ സാധിക്കാതെ പോയത്? തിളച്ച വെള്ളത്തിലേക്ക് വീഴുന്ന തവള അപകടം പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പ്രതികരിച്ച് പുറത്തെയാടുന്ന പോലെ മോശ തൽക്ഷണം പ്രതികരിക്കുകയാണ്. അടുപ്പിലെ വെള്ളത്തിൽ കിടക്കുന്ന തവള വെള്ളം ക്രമേണ ചൂടാകുന്ന അറിയാതെ അതിൽ തീർന്നു പോകുന്ന പോലെ ജനത്തിന്റെ തിന്മയിൽ കിടക്കുന്ന അഹ്റോൻ ക്രമേണ ആ തിന്മ ഏറ്റേറ്റേറ്റേറ്റ് ആ ജനത്തിനൊപ്പം തിന്മയിൽ തീരുകയാണ്. ഇതാണ് സ്ലോ പോയിസണിങ്ങിന്റെ ഒരു തിരുവചന ഉദാഹരണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ അധികമായി സംഭവിക്കുന്നതായ തിന്മയുടെ കടന്നുകയറ്റത്തിൻ്റെ ഒരു പ്രക്രിയ. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലും ഹൈന്ദവ സമൂഹത്തിലും പെട്ട എത്ര പെൺകുട്ടികളെയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നമ്മുടെ യുവ സഹോദരങ്ങൾ ചിലര് സ്ലോ പോയിസണിങ് നടത്തി അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പച്ചകുത്തുന്നതിലും പ്രഗ്നന്റ് ആക്കുന്നതിലും അതിനുമപ്പുറം വിദേശങ്ങളിലുള്ള മുസ്ലിം തീവ്രവാദ പോരാളികൾക്കായി തങ്ങളുടെ ശരീരത്തെയും ജീവിതത്തെയും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിട്ട് ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇത് സ്ലോ പോയിസണിങ്ങിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. ഒരിക്കലും വൈദികരുടെ ഒരു കൂട്ടായ്മയിൽ പല കാര്യങ്ങൾ പങ്കുവച്ചായിരിക്കുമ്പം ഒരു വികാരിച്ചു നൊമ്പരത്തോടെ രോഷത്തോടെ അല്പം നിന്നയോടുകൂടി അദ്ദേഹത്തിന്റെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപികയെ കുറിച്ച് പറഞ്ഞു. ഈ അധ്യാപികയെ ഒരു ദിവസം കാണാതായി. ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചറിയുകയാണ് അല്പം ദൂരെയുള്ള ഒരു അമ്പലത്തിൽ വെച്ച് ഹൈന്ദവ ആചാരപ്രകാരം വിവാഹിതയായി ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. ചോദിക്കുകയാണ്, ഇത്രയും കഴിഞ്ഞ ഞായറാഴ്ച വരെ വേദപാഠം പഠിപ്പിച്ചിരുന്ന ഈ പെൺകുട്ടിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് കേൾക്കുന്ന സൺഡേ സ്കൂൾ പിള്ളേർ എന്ത് ചിന്തിക്കും? ഇങ്ങനെ രോഷം കൊള്ളുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു, നമ്മൾ തന്നെ അറിയാതെ ഒരു സ്ലോ പോയിസണിങ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത കാലത്ത് നമ്മുടെ ഒരു കത്തോലിക്ക സൺഡേ സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അവിടെ കാണിച്ചിരിക്കുന്നത് ഹൈന്ദവ രീതിയിലുള്ള ഡാൻസ് കളിക്കുന്ന സൺഡേ സ്കൂൾ കുട്ടികളെയാണ്. പശ്ചാത്തലമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വലിയ ഡിജിറ്റൽ സ്ക്രീനായിട്ട് കൊടുത്തിരിക്കുന്നത് നൃത്തം ചെയ്യുന്ന ശിവന്റെ നടരാജ ചിത്രമാണ്. വലിയ സ്ക്രീൻ നിറയെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ. ഇത് കണ്ടുകൊണ്ട് സൺഡേ സ്കൂൾ കുട്ടികൾ മുഴുവനും ഇരിക്കുന്നു, ഈ ഡാൻസ് ആസ്വദിക്കുന്നു, ഓണ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു, സദ്യ പൂക്കളമൊരുക്കല്, അതിൻ്റെയും കൂടെ മഹാബലിയെ അവതരിപ്പിക്കാൻ വേഷം കെട്ടിക്കൊണ്ട് കടന്നു വരുന്നു, മഹാബലി ചവിട്ടുതാക്കുന്ന വാമനെ അവതരിപ്പിക്കുന്നു. ഇങ്ങനെയെല്ലാം കാണുന്ന കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് നമ്മളൊരു സ്ലോ പോയിസണിങ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപക്ഷെ ഈ അച്ഛനല്ലേ മറ്റച്ഛന്മാര് അങ്ങനെയുള്ള വിജാതി ആരാധന ആലയങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. അവിടെയുള്ള പ്രാർത്ഥനകളിൽ പങ്കുചേർന്ന് സൗഹൃദമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കാണുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ സ്ലോ പോയിസണിങ് വീണ്ടും അടുത്തവിടെ കിടക്കുകയാണ്. വെള്ളം ഒരു പരിധിക്കപ്പുറം ചൂടായി കഴിയുമ്പോൾ തവളയ്ക്ക് പുറത്തു ചാടാൻ ബുദ്ധി വന്നിട്ട് തോന്നുന്നില്ല, അതിന് മസിലുകൾ തളർന്നിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും നീങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെതായ അപകടം കടന്നു വരുന്ന തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. നമ്മൾ സൺഡേ സ്കൂളിൽ ഒരു പെൺകുട്ടി, ഒരു അധ്യാപികർക്ക് പെൺകുട്ടി ഇറങ്ങിപ്പോയി വിജാതി ആചാരപ്രകാരം വിവാഹിതയാകുന്നു. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ വൈദികർക്കും ഒക്കെ സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളത്തെ പടിപടിയായി ആക്കിയെടുത്ത് നമ്മൾ തന്നെ നമ്മൾ മറക്കുന്നില്ല. ഇന്ന് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ നിരവധിയായ തലങ്ങളിലേക്ക് ഇതുപോലെയുള്ള ഒരു സ്ലോ പോയിസണിങ് ഗൂഢമായ രീതിയിൽ മാത്രമല്ല പരസ്യമായ രീതിയിലും കടന്ന് കയറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നതിന്റെ അനേക ദുരന്ത സംഭവങ്ങൾ നമ്മൾ നിരന്തരം എന്നോണം കാണുന്നുണ്ട്. ശരീരത്തിലെ രക്തത്തിൽ ദുഷിപ്പ് ഉണ്ടാകുമ്പോൾ, ഒരു പരിധിക്കപ്പുറം ദുഷിപ്പ് കൂടിക്കഴിയുമ്പോൾ ശരീരത്തിന്റെ കാലിലോ ജനഭാഗങ്ങളിലോ ഒക്കെ പൊട്ടി ഒലിക്കുന്ന അവസ്ഥ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരീരത്തിലേക്ക് ദുഷിപ്പ് കടന്നു കയറിയത് പല രീതിയിലാണ്, അത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഭക്ഷണത്തിലൂടെ, വായുവിലൂടെ, വലിയൊരു സമ്പർക്കങ്ങളിലൂടെ കുറേശ്ശെ വിഷാംശം കടന്നു കയറി
അതൊരു പരിധിക്കപ്പുറമായപ്പോഴേക്കും രക്തത്തിന് താങ്ങാൻ പറ്റുന്നില്ല. അവിടെ ഇവിടെ ശരീരത്തിലെ കോശങ്ങൾ പൊട്ടിയിട്ട് അത് ഒലിക്കുകയാണ്. ഒരു കരിയുന്നില്ല. രക്തം ദുഷിച്ചു പോയിരിക്കുന്നു. നമ്മുടെ ക്രൈസ്തവ സമൂഹ ഗാത്രത്തിലേക്ക് നാം സൂചിപ്പിച്ചതുപോലെയുള്ള പല മാർഗങ്ങളിലൂടെ കുറേശ്ശെ കടന്നു കയറുന്ന ഈ സ്ലോ പോയിസണിങ് വിഷാംശം അത് അവിടെ ഇവിടെ പൊട്ടി ഒലിക്കുന്നതിന്റെ ഞടുക്കുന്ന സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടിപ്പു സുൽത്താനെ പോലെ വലിയ സൈന്യ വ്യൂഹവുമായി വാളുകളുമായിട്ട് കയറി ഇറങ്ങി നശിപ്പിക്കാൻ വരുന്ന ഒരു സാന്നിധ്യം പെട്ടെന്ന് ആർക്ക് തിരിച്ചറിയാൻ പറ്റും? പെട്ടെന്ന് പ്രതികരിക്കും. പക്ഷേ ഈ രീതിയിൽ ക്രമേണ വരുന്നതായ അപജയം നമ്മൾ തിരിച്ചറിയാൻ വല്ലാതെ പരാജയപ്പെടുന്നുണ്ട്. 16 5 വാക്യം നമ്മൾ കാണുന്നുണ്ട്. ഈശോ വള്ളത്തിക്കാരൻ അക്കരയ്ക്ക് പോകുമ്പോൾ ഒരു കമന്റ് പറയുന്നു, ഫരിസയരുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിക്കണം. പുളിമാവെന്ന് കേട്ടപ്പോൾ അവർ വിചാരിച്ചത് അപ്പത്തിന്റെ പുളിമാവിനെ കുറിച്ചാണ്. പിന്നീട് ഈശോ പറയുകയാണ്, അപ്പത്തിന്റെ പുളിമാവിനെ കുറിച്ചല്ല, സദുക്കാരുടെയും ഫരിസയരുടെയും പ്രബോധനത്തിന്റെ പുളിമാവിനെ കുറിച്ചാണ്. അപ്പോസ്തലന്മാർ അന്ന് അവിടെ സംസാരിക്കാൻ വരുന്ന സദുക്കാരും ഫരിസയരും സംസാരിക്കുന്ന വാക്കുകളിലൂടെ അവരുടെ ഉള്ളിലേക്ക് കടന്നു കയറാവുന്ന പോയിസന്റെ നിസ്സാരമായ സാന്നിധ്യം പോലും തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഈശോ. അന്ന് ആൾക്കാർ അടുത്ത് വന്ന് സംസാരിച്ചാലേ കേൾക്കാൻ പറ്റുള്ളൂ. ഇന്ന് മീഡിയയിലൂടെ മറ്റു മാധ്യമങ്ങൾ എന്തുമാത്രം ഏതെല്ലാം രീതിയിലാണ് നമ്മിലേക്ക് ഇങ്ങനെയുള്ള വിഷം നാരികയുമായി പുളിമാവ് വന്ന് കയറിയിട്ട് നമ്മളെല്ലാം ഒരു വക അപകടം തിരിച്ചറിയാതെ മയങ്ങിയും തളർന്നും നിസ്സഹായരുമായി ഭവിക്കുന്നത്, തിന്മയിലേക്ക് വീണു പോകുന്നത്. ടിപ്പു സുൽത്താനിലൂടെ അന്ന് വെളിപ്പെട്ട നാരികീയ കടന്നാക്രമണത്തെ ചെറുക്കാൻ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങള് പരിശുദ്ധ അമ്മയുടെ സഹായം തേടി വിജയിച്ച് അതുകൊണ്ട് തന്നെയാണ്. ഉൽപ്പത്തി 3 പറഞ്ഞ് നമുക്കറിയാം, സർപ്പത്തോട് തമ്പുരാൻ പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിൽ ശത്രുത. മനുഷ്യവർഗം സാത്താനെതിരെ നടത്തുന്ന പോരാട്ടത്തിന് സൈന്യാധിപ പരിശുദ്ധ അമ്മയാണ്. മനുഷ്യവർഗത്തിന്റെ സാത്താനെതിരെയുള്ള പോരാട്ടത്തില് വിജയം നേടിത്തരാൻ വേണ്ടി മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്ന വ്യക്തിയാണ് ഈശോ. ഈശോ നേടിയെടുത്ത വിജയത്തിന് മനുഷ്യമക്കൾ മുന്നേറാനായിട്ട് മനുഷ്യമക്കൾക്ക് നിരന്തര സഹായം ദൈവം എത്തിക്കുന്ന പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈ ഭൂമിയിൽ തന്നെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് പോയെങ്കിലും സ്വർഗത്തിലിരിക്കാൻ ഒട്ടും നേരമില്ലാത്ത സ്വർഗരാജ്ഞ പരിശുദ്ധ അമ്മ. 2015 ഡിസംബർ മാസത്തില് നാഷണൽ ജിയോഗ്രഫി കവർ ചിത്രമായിട്ട് നൽകിയത് പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ്. ആ ലക്കത്തിൽ തലക്കെട്ടായിട്ട് അവർ കൊടുത്തത് മേരി ദ മോസ്റ്റ് പവർഫുൾ വുമൺ ഇൻ ദ വേൾഡ് എന്നാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ശക്തിയായ സ്ത്രീ ആരാണെന്ന് അറിയാനുള്ള ഒരു സെക്കുലർ സ്റ്റഡി നടത്തിയതിന്റെ റിസൾട്ടാണ് അവർ ആ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചത്. ആ ലക്കത്തിൽ അവർ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടം കൊടുത്തുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് 100 കണക്കിന് സ്ഥലങ്ങള് പരിശുദ്ധ അമ്മ ആദ്യ നൂറ്റാണ്ട് മുതൽ ഇതുവരെയും ഒരിക്കലോ അനേക പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങൾ. അനേകരങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എത്തുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വർഗാരോപിതയായി ദൈവസന്നിധിയിലെത്തി പരിശുദ്ധ അമ്മയെ ദൈവം നിരന്തരം ഭൂമിയിലേക്ക് അയക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യ മക്കളുടെ പോരാട്ടത്തിന്റെ സൈന്യാധിപയുടെ സാന്നിധ്യ സഹായവും അവർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്. വെളിപാട് 12:17 വാക്യം നമുക്കറിയാം, സാത്താൻ പുരാതന സർപ്പം ഭൂമിയിലേക്ക് എറിയപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പുറപ്പെടുന്നത് ഈ സ്ത്രീയുടെ മറ്റ് സന്തതികള് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവര് കൽപ്പനകൾ പാലിക്കുന്നവരുമായ ദൈവമക്കൾക്കെതിരെയാണ്. അതുകൊണ്ട് കുരിശിൽ കിടക്കുമ്പോൾ ഈശോ തന്റെ മരണത്തിന് മുമ്പ് യോഹന്നാനെ വിളിച്ചു പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ആ സമയം തന്നെ ആ ശിഷ്യൻ അമ്മയെ തന്റെ വീട്ടിൽ സ്വീകരിച്ച് നമ്മൾ വായിക്കുകയാണ്. അമ്മയുള്ള ഭവനങ്ങളായിരിക്കുന്ന സകല ക്രൈസ്തവ ശിഷ്യരുടെയും ദൈവജനം മുഴുവന്റെയും എന്നാണ് അതുവഴിയായിട്ട് ഈശോ അർത്ഥമാക്കിയത്. അമ്മയുള്ള വീട്. യോഹന്നാൻ 2 നമ്മൾ വായിക്കുന്ന കാനായിലെ കല്യാണ വീട്. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയെ ശിക്ഷ ക്ഷണിക്കപ്പെട്ടിരുന്നു. അമ്മയുടെ ഉണ്ടായിരുന്ന വെറും ഒരു ആലങ്കാരിക സാന്നിധ്യമല്ല, മറിച്ച് അമ്മയെ കല്യാണത്തിനായിട്ട് ആ ഭവനത്തിലേക്ക് വിളിച്ച കുടുംബം അമ്മയ്ക്ക് ആ ഭവനത്തില് വളരെ ആദരണീയമായ സ്ഥാനം നൽകിയിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് വീഞ്ഞ് തീർന്നു പോകുന്ന അപകടമുണ്ടാകുന്ന തിരിച്ചറിഞ്ഞപ്പോൾ ആരോട് ചോദിക്കാൻ നിൽക്കാതെ ഈശ്വര പക്കരത്തിൽ കാര്യം പറഞ്ഞ് പ്രതിവിധി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അമ്മ വൃത്തിനെ പിടിച്ച് നേരെ പറയുകയാണ്, അവൻ പറയുന്നവരെ ചെയ്യണം. ഈശോ ആവശ്യപ്പെട്ട കാര്യമാകട്ടെ കാല് കഴുകാനുള്ള വെള്ളം നിറയ്ക്കുന്ന കൽഭരണികള് വെള്ളം കോരി നിറയ്ക്കാൻ. കല്യാണത്തിന്റെ സദ്യ തിരക്ക് പിടിച്ച് നടക്കുന്നതിനിടയിൽ ഈ ഭൃത്യന്മാരെ വിളിച്ച് കാല് കഴുകാനുള്ള വെള്ളം കോരി ഭരണി നിറയ്ക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അതനുസരിക്കാൻ ഭൃത്യന്മാർക്ക് ഒട്ടും തോന്നത്തില്ല. അതൊരു അനാവശ്യമായ പ്രവൃത്തിയാണ്. ആ സമയത്ത് എല്ലാവരും കാല് കഴുകി അകത്ത് കയറി കഴിഞ്ഞു. ഇനി കാല് കഴുകാൻ ആവശ്യമില്ല, അത് വെറുതെ മറിച്ച് കളയാൻ മാത്രമേ കൊള്ളുള്ളൂ. അങ്ങനെയുള്ള ഒരു ബുദ്ധിശൂന്യമായ പ്രവൃത്തി ചെയ്യാൻ ഈശോ ആവശ്യപ്പെട്ടിട്ടും ആ ഭൃത്യർ അത് ഒരു എതിരും പറയാതെ മറ്റു ജോലി, സദ്യയുടെ വിളമ്പ ജോലി എല്ലാം മാറ്റിവെച്ചിട്ട് ഇത് നിറയ്ക്കാൻ പോയെങ്കിൽ
അത് പറഞ്ഞ അമ്മയോടുള്ള അവിടെ ആദരവാണ്. ആ ആദരവ് അവർക്ക് എവിടുന്ന് കിട്ടി? ആ കുടുംബനാഥ ആ കുടുംബത്തിലെ അംഗങ്ങൾ അമ്മയോട് വിളിച്ചു വരുത്തി അമ്മയോട് കാണിക്കുന്ന ആദരവ് കണ്ടിട്ടാണ്. ഇതുപോലുള്ളൊരു സ്ഥാനവും ആദരവും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമുക്കെതിരെയുള്ള പൈശാചിക നാരകീയ ആക്രമണങ്ങൾ ചെറുത്തു നിൽക്കാൻ ഈ സൈന്യാധിപയുടെ സഹായം നമുക്ക് ലഭ്യമാക്കുന്ന പ്രക്രിയയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ അല്പസമയം കൊന്ത ചെല്ലാൻ ഉപയോഗിക്കുന്നതോ മാതാവിന്റെ ചിത്രമോ രൂപങ്ങളോ വീട്ടിൽ എവിടെയെങ്കിലും വെച്ച് ചെറുപ്പൂക്കൾ വെച്ച് അലങ്കരിക്കുന്നതോ ഇടയ്ക്ക് തിരി കത്തിക്കുന്നതോ ആയ ഒരു പ്രക്രിയയോട് മാത്രം തീരുകയല്ല. ടിപ്പു സുൽത്താന്റെ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മുടെ സഹോദരങ്ങള് 8 ദിവസം നോയമ്പെടുത്ത് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തീഷ്ണമായ പ്രായശ്ചിത്തോടെയുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്കെതിരെയുള്ള പൈശാചിക കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മ തന്റെ ഭൂമിയിലേക്കുള്ള വരവിന്റെ നിരവധി അവസരങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫാത്തിമാന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ വളരെ ബോധ്യപ്പെടുന്ന അടയാളങ്ങൾ കൊടുത്തതിന് ശേഷം പറഞ്ഞൊരു കാര്യം, അന്ന് നടന്നുകൊണ്ടിരുന്ന 1-ാം ലോകമഹായുദ്ധം താമസം പിന്നെ തീരും, പക്ഷേ നല്ലപോലെ പ്രാർത്ഥിച്ച് ദൈവശക്തി നിങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ, തിന്മയെ പ്രതിരോധിക്കുന്നില്ല എങ്കിൽ ഇതിനേക്കാൾ ഭീകരമായൊരു യുദ്ധം വളരെ പൊട്ടിപ്പുറപ്പെടുമെന്നാണ്. അതിനെ നിങ്ങൾ തടയണം. അതിനുവേണ്ടി മനുഷ്യർക്ക് മുഴുവനെയും, പ്രത്യേകിച്ച് റഷ്യ എന്ന രാജ്യത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കാര്യങ്ങളൊന്നും അന്നത്തെ ദൈവജനം ഗൗരവത്തിലെടുത്തില്ല. ചുരുക്കം പേര് മാത്രം കുറച്ച് പ്രാർത്ഥിച്ചു, ബാക്കിയുള്ളവരൊക്കെ സംശയിച്ചു, പരിഹസിച്ചു, ചോദ്യം ചെയ്തു. അങ്ങനെ നീങ്ങി ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് 20 വർഷം കഴിഞ്ഞപ്പോൾ 2-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. ആ യുദ്ധത്തെ അതുവഴിയുള്ള ഭീകരമായ രക്തച്ചൊരിച്ചിലുകളെയും നരകയാതനകളെയും നരകഭൂമിയിൽ അടിഞ്ഞാടുന്ന രീതിയിലുള്ള അവസ്ഥകളെയും ഒഴിവാക്കാൻ, തടഞ്ഞു നിർത്താൻ മനുഷ്യമക്കൾക്ക് ഈശോ നേടിയെടുത്ത കൃപാവരത്തിന്റെ ശക്തിയാൽ സാധിക്കും. ഈശോ പഠിപ്പിച്ച വചനം കൊണ്ട് മുന്നേറിയ സാധിക്കും എന്ന് മനുഷ്യമക്കളെ ഓർപ്പിക്കാൻ വേണ്ടി നല്ലവനായ സ്വർഗീയ പിതാവ് പരിശുദ്ധ അമ്മയെ പറഞ്ഞു വിട്ടതാണ് ഫാത്തിമയിലെ ദർശനങ്ങൾ. പക്ഷെ അമ്മ ആവശ്യപ്പെട്ടതുപോലെ അനുദപിച്ചും പ്രായശ്ചിത്തമനുഷ്ഠിച്ചും പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിന്റെ ശക്തി നമ്മിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തും, ഈശോ പറയുന്നില്ല, ശക്തി ധരിക്കുന്ന വരെ നിങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. ശക്തി ധരിക്കുന്ന വരെ. ഈശോ ഗസനോടത്തിന് തടർന്ന് പ്രാർത്ഥിക്കുമ്പം ശക്തി വന്ന് നിറഞ്ഞു. ആ ശക്തി കൊണ്ടാണ് ഈശോ തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ അഭിമുഖീകരിക്കുന്നത്. ഞാനാണ് നസ്രസന ഈശോ എന്ന് പറയുമ്പോൾ അവർ മറിഞ്ഞു ഇടവരുന്നത് എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ 10 ദിവസം പ്രാർത്ഥിച്ച് സ്വർഗത്തിന്റെ ശക്തി നിറഞ്ഞപ്പോഴാണ് അതുവരെ യഹൂദരെ ഭയന്ന് പേടിച്ചരണ്ടിരുന്ന അവർ പുറത്തിറങ്ങി സധൈര്യം പ്രസംഗിക്കാനും നാരിക സാന്നിധ്യങ്ങളെ ബഹിഷ്കരിക്കാനും കരുത്തുള്ളവരായിട്ട് മാറിയത്. അതുപോലെയുള്ള തീഷ്ണമായൊരു പ്രാർത്ഥനയ്ക്ക് ദൈവജനം കടന്നു വരണമെന്നാണ് ഫാത്തിമയിൽ അമ്മ ആവശ്യപ്പെട്ടു. പക്ഷെ അത് ഗൗരവത്തിൽ എടുക്കപ്പെട്ടില്ല. ആ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഭീകരമായ ദുരന്തം നമുക്കറിയാം. 1982 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആഫ്രിക്കയിലെ റുവാണ്ട എന്ന സ്ഥലത്ത് കിബേഹോ എന്ന ഗ്രാമത്തിലെ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് വശ്യത്വം പ്രത്യക്ഷപ്പെട്ട് അന്ന് ഏതാണ്ട് 20,000 ആൾക്കാരോട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കാരണം ഏതാനും വർഷങ്ങളായിട്ട് അമ്മയുടെ പ്രതിഷ്ഠീകരണം പല കുട്ടികൾക്ക് ആ സ്കൂളിൽ ലഭിച്ചിരുന്നു. അന്ന് മാതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കരുതുന്നു. ഒന്നുകൂടി ജനത്തിന്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ കൊടുത്ത മുന്നറിയിപ്പ് ഭീകരമായ രക്തച്ചൊരിച്ചില്, കൊലപാതക പരമ്പര, അങ്ങനെയുള്ള വലിയ നാരകീയ ദുരന്തത്തിന്റെ മുന്നറിയിപ്പാണ്. പക്ഷെ അത് കേട്ട ആൾക്കാര് ഭൂരിഭാഗം പേരും പുച്ഛിച്ചു, എതിർത്തു, അവിശ്വസിച്ചു. കുറച്ചുപേര് മാത്രം കുറച്ചൊക്കെ പ്രാർത്ഥിച്ചു. 12 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നത് റുവാണ്ടൻ ജനോസൈഡ് എന്ന് പറയുന്ന വലിയൊരു വംശഹത്യയാണ്. 100 ദിവസം കൊണ്ട് 8 ലക്ഷം പേര് കൊല്ലപ്പെടുകയാണ് ആ ചെറിയ പ്രദേശത്ത്. അത്ര ഭീകരമായ രക്തച്ചൊരിച്ചിലിന്റെ നാരകീയ തേർവാഴ്ച തടയാൻ പറ്റുമെന്ന് കണ്ടിട്ടാണ് സ്വർഗം പരിശുദ്ധ അമ്മയെ 12 വർഷം അവിടേക്ക് വിട്ടിട്ട് ഈ മുന്നറിയിപ്പ് കൊടുത്തത്. പക്ഷേ അവിടെയുള്ള ദൈവജനം അത് ഗൗരവത്തിലെടുത്തില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിലേക്ക്, സഭയിലേക്ക് അരിച്ചരിച്ചിറങ്ങി നമ്മളെ വലിയ ദുരത്തിലേക്ക് എത്തിക്കുന്നതായ പൈശാചിക ആക്രമണത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായൊരു ആത്മീയ പോരാട്ടത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങണം. അതിനുള്ള ശക്തമായ അവസരമായിട്ട് ഈ 8 നോയമ്പിനെയും പരിശുദ്ധ അമ്മയുടെ പെരുവത്തിരുന്നാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. വിശുദ്ധ പൗശുരതൻ ഡയറിയിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന്റെ ഒരുക്ക ദിവസങ്ങളിൽ തന്റെ പതിവുള്ള സമൂഹത്തിലെ പ്രാർത്ഥനകളും സമൂഹത്തിലെ ജോലികളും എല്ലാം നിർവഹിച്ചിട്ട് അതിന് പുറമെ സമയം കണ്ടെത്തി ദിവസേന 1000 പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിച്ച് 8 ദിവസം ചൊല്ലി അമ്മയുടെ തിരുനാൾ ഒരുങ്ങിയ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഗൗരവമുള്ള പ്രാർത്ഥനയുടെ കാലഘട്ടമായി 8 നോമ്പിനെ മാറ്റുന്നതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ
പിറവി തിരുനാൾ ദിവസം അമ്മയെ നമ്മൾ എന്തുമാത്രം ബഹുമാനിക്കുന്നു എന്ന് വ്യക്തമാക്കത്തക്ക രീതിയിൽ ആഘോഷിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ വീട്ടിൽ നമ്മോടൊപ്പമുള്ള ഒരു പ്രിയപ്പെട്ട കുടുംബാംഗത്തിന്റെ ബർത്ത്ഡേ നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുക? ആ ദിവസം ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊണ്ട് ആശംസ നേരുമ്പം നമ്മളൊരു പൂച്ചെണ്ട് കൊടുക്കുകയില്ലേ? പശുദ്ധ അമ്മയുടെ പിറന്നാളിന്റെ ദിവസം പശുദ്ധ അമ്മയ്ക്ക് നല്ല പൂച്ചെണ്ട് കൊടുക്കണം. പശുദ്ധ അമ്മ ഷാരോനിലെ റോസാപ്പൂവാണ്, താഴ്വരയിലെ ലില്ലിയാണ്. പശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുന്നിടത്തൊക്കെ മുല്ലപ്പൂ ഗന്ധമുണ്ടാകുന്നുണ്ട്. പൂക്കളുമായി അമ്മയ്ക്കുള്ള ബന്ധം. അമ്മയുടെ പിറന്നാൾ ദിവസം പശുദ്ധ അമ്മയുടെ തിരുസ്വരവും നമ്മുടെ വീടുകളിലെല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം. അതിനുപരി ഒരു പൂച്ചെണ്ട് പോലെ അമ്മയുടെ അടുത്താരയുടെ ചുവട്ടില് തറയില് ഒരു പൂക്കളം തുറക്കണം. പിറന്നാൾ മംഗളങ്ങൾ അമ്മേ, ആവേ മരിയ എന്നിങ്ങനെയൊക്കെ ആലേഖനം ചെയ്ത മനോഹരം ഒരു പൂക്കളം ആ ദിവസം മുഴുവനും നമുക്ക് അമ്മയുടെ കൺമുമ്പിൽ ഒരുക്കി വെച്ച് ആഘോഷിക്കാൻ സാധിക്കണം. വീണ്ടും പിറന്നാൾ ദിവസം ഒരു പായസം ഉണ്ടാക്കാതെ കടന്നു പോകാൻ നമുക്ക് സാധിക്കുകയില്ല. പിറന്നാൾ പായസം, അമ്മയുടെ പിറന്നാളായ സെപ്റ്റംബർ 8-ാം തീയതി നമ്മുടെ എല്ലാ ഭവനങ്ങളും ഒരു പായസം ഉണ്ടാക്കണം. സെപ്റ്റംബർ 8-ാം തീയതി പശുത്തെ അമ്മയുടെ ബഹുമാനാർത്ഥം പായസം ഉണ്ടാക്കാത്ത ഒരു ക്രൈസ്തവ വീട്ടിലും പശുത്തെ അമ്മയ്ക്ക് ഗണ്യമായ ഗൗരവമുള്ള ആദരണീയമായ സ്ഥാനം ഇല്ല ഇല്ല ഇല്ല. ഞാൻ വീണ്ടും ചോദിക്കുക, നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തിയുടെ ബർത്ത്ഡേയുടെ അന്ന് പായസം ഒന്നും ഉണ്ടാക്കാതെ ഒപ്പം വെച്ച് നല്ല ഭക്ഷണവും സദ്യയും എന്തെങ്കിലും വിശേഷ വിഭവങ്ങൾ ഉണ്ടാക്കാതെ കടത്തിവിട്ടാൽ ആ വ്യക്തി എന്ത് വിചാരിക്കും? ആ കുടുംബാംഗങ്ങൾക്ക് വ്യക്തിയുള്ള മനോഭാവം എന്താണെന്ന് വ്യക്തമാക്കും. പശുദ്ധ അമ്മയെ ഗൗരവത്തോടെ, കാരണം കല്യാണ വീട്ടിൽ എന്നവർ നിന്റെ വീട്ടിലെ അംഗമായിട്ട്, നമ്മുടെ വീടിൻ്റെ നാഥയായിട്ട്, അമ്മയായിട്ട് നാം കരുതുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പിറന്നാളായ സെപ്റ്റംബർ 8-ാം തീയതി നമ്മളെല്ലാവരുടെയും വീട്ടിൽ സാധിക്കുന്ന പോലെ നല്ലൊരു പായസവും ഒരു വിശിഷ്ട വിഭവങ്ങളുടെ സദ്യ നമ്മൾ ഒരുക്കി ആസ്വദിക്കണം അമ്മയുടെ മുമ്പിൽ, അമ്മയുടെ ബഹുമാനാർത്ഥം. ഈശോ പഠിപ്പിക്കുന്നില്ലേ മത്തായി 10:42 വാക്യത്തില്, എൻ്റെ നാമത്തെ പ്രതി ഒരു പാത്രം പച്ചവെള്ളം എങ്കിലും കൊടുക്കുന്ന പ്രതിഫലമുണ്ട്. പശുത്തെ അമ്മയുടെ നാമത്തെ പ്രതി ഒരു പായസം ഉണ്ടാക്കുമ്പോൾ, ഒരു ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ മക്കൾ കഴിക്കുമ്പോൾ അമ്മയുടെ സ്ഥാനം നമ്മൾ നമ്മുടെ വീട്ടിൽ ഉറപ്പിക്കുകയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ എന്ന പോലെ നമ്മുടെ വീട്ടിൻ്റെ ഒന്നാം സ്ഥലത്ത് അമ്മയെ നമ്മൾ വെക്കുകയാണ്. അമ്മ കയറി ഇടപെട്ടുകൊള്ളും. നമ്മളറിയാത്ത ദുരന്തങ്ങൾ പോലും അവിടെ വീഞ്ഞു തീർന്നു പോകുന്നെന്ന് വീട്ടുകാരറിഞ്ഞില്ല, പക്ഷെ അമ്മ അറിഞ്ഞു. നമ്മളറിയാത്ത ദുരന്ത സാഹചര്യങ്ങൾ പോലും ഉളവാക്കുമ്പോൾ തന്നെ സ്ലോ പോയിസണിങ്ങിൻ്റെ ആദ്യ സ്റ്റെപ്പിൽ തന്നെ അമ്മ ഇടപെടും. അതിനെ പ്രതിരോധിക്കും, മാറ്റിവെക്കാൻ നമ്മളെ സഹായിക്കും. വീണ്ടും പിറന്നാളിന് സമ്മാനമായിട്ട് ഒരു പുത്തൻ ഉടുപ്പ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറില്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്? പശുത്തെ അമ്മയ്ക്ക് ഒരു പുത്തൻ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണം. ഈശോ പറഞ്ഞു, ഈ ചെറിയവർ ഒരാൾക്ക് ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെ ചെയ്തത്. അത് തന്നെ പശുത്തെ അമ്മയും പറയുന്നത്. അതുകൊണ്ട് പശുത്തെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന സെപ്റ്റംബർ 8-നോടനുബന്ധിച്ച് നല്ല ഉടുപ്പ് വാങ്ങിച്ചിട്ട് അമ്മയുടെ ബഹുമാനാർത്ഥം അങ്ങനെ ഉടുപ്പ് കിട്ടാൻ ആവശ്യമുള്ള അർഹതയുള്ള ആർക്കെങ്കിലും ഒരാൾക്കോ 2, 3, 4, 5 പേർക്കോ അങ്ങനത്തെ വസ്ത്രം കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു ശീലമാക്കണം. പക്ഷേ നമ്മുടെ ബഹുമാനാർത്ഥം നമ്മളോട് പറയണം, നമ്മുടെ അമ്മയുടെ പിറന്നാളല്ല ഇന്ന്, ഞങ്ങളുടെ അമ്മയുടെ പിറന്നാളാണ്. അതിൻ്റെ ഭാഗമായിട്ട്, ആഘോഷമായിട്ട് അമ്മയുടെ ബഹുമാനാർത്ഥം നിങ്ങൾക്കൊരു സമ്മാനം തരികയാണ് എന്ന് പറ്റുമെങ്കിൽ പറഞ്ഞുകൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. നമ്മുടെ ചുറ്റും എന്തുമാത്രം പേര് സഹായം അർഹിക്കുന്നവരുണ്ട് താനും. അങ്ങനെ പശുത്തെ അമ്മയുടെ പിറന്നാൾ ദിവസം നമ്മൾ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ആനന്ദം നിറഞ്ഞ ആഘോഷത്തിൻ്റെ ദിവസമായിട്ട് മാറ്റണം. നമ്മുടെ കുഞ്ഞുങ്ങളിത് കണ്ടു പഠിക്കണം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ വർഷവും ഇത് കണ്ടു വേണം വളരാൻ. പെസഹായുടെ പഴയ ആചരണം യഹൂദ നടത്തുമ്പോൾ പെസഹ ആചരണത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുടുംബാംഗം പ്രായം കൂടിയ വ്യക്തികൾ ചോദിക്കുന്ന രീതി നമുക്കറിയാം. എന്താ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും എന്താണ് പെസഹയുടെ അർത്ഥമെന്ന്. അങ്ങനെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചിരുന്നു. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞു പ്രായത്തിൽ തന്നെ ഓരോ വർഷവും അവർ കാണണം പശുത്തെ അമ്മയുടെ പിറന്നാൾ എങ്ങനെ ആഘോഷിക്കുന്നുള്ളത്. ആ പൂക്കൾ അവരുണ്ടാക്കണം, ആ പായസം അവർ കുടിക്കണം, ആ നല്ല ഭക്ഷണം അവർ അമ്മയെ നോക്കിക്കൊണ്ട് കഴിക്കണം. അവരെ കൊണ്ട് പുത്തൻ ഉടുപ്പുകൾ വാങ്ങിച്ച് പാവപ്പെട്ട അവരുടെ കൂട്ടുകാർക്ക് അയൽപക്കത്ത് കുടിപ്പിക്കണം. അവർ അമ്മയുടെ നോക്കി പുഞ്ചിരിക്കണം. അങ്ങനെ അമ്മയുടെ സാന്നിധ്യം കൊച്ചുനാളും അതിനെ കണ്ടും കേട്ടും അനുഭവിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നാൽ അവരുടെ ജീവിതത്തിലും അമ്മയ്ക്ക് അതുപോലെ സാന്നിധ്യ സ്വാധീനമുണ്ടായിരിക്കും. ഓരോ വർഷവും സെപ്റ്റംബർ മാസം, സെപ്റ്റംബറിൻ്റെ പ്രകാശമുള്ള ആദ്യ ദിവസങ്ങൾ പശുത്തെ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന, നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, സമൂഹങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന മനോഹരമുള്ള വർണ്ണാഭമായ സന്തോഷവും ആനന്ദവും നിറഞ്ഞ ആഘോഷത്തിൻ്റെ അവസരമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അത് നമ്മുടെ ആവശ്യമാണ്, പശുത്തെ അമ്മയുടെ അവകാശമാണ്. സ്വർഗം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആവേ മരിയ,
ആവേ മരിയ, ആവേ മരിയ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായവും സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം വഴി നാം ഓരോരുത്തരുടെയും കൂടെ എല്ലാ ഉദ്യമങ്ങളുടെയും ആത്മീയ പരിശ്രമങ്ങളുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.